എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്തത്? മതിൽ പണിതത് മറന്നാണ്. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? സാജൻസ്കറി ചേട്ടൻ എല്ലാവരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ? ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? എന്തിനീ കള്ളം പറയുന്നത്? ഇത് പ്രൊമോഷൻ അല്ലേ? സാജൻസ്കറിയ നിങ്ങൾ എനിക്ക് എത്ര മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കണം. ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ? മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നത്. കൊല്ലം സ്തുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ചു നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന്. 24 ഫ്ലവേഴ്സ് കേരളത്തിന്റെ ദത്തുപുത്രിയാക്കി കേരളക്കാർ ഏറ്റെടുത്തുകൊണ്ട് നടന്ന ഒരു വ്യക്തിയായിരുന്നു ഈ രേണുസുതി. വേറൊന്നുമല്ല, കൊല്ലം സുധി എന്നൊരു വ്യക്തിയോട്, ഒരു കലാകാരനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് സുധി മരിച്ചതിന് ശേഷം, മരണപ്പെട്ടതിന് ശേഷം ഈ രേണുസുതിനെ ആയിക്കോട്ടെ, രേണുസുതിൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ജനങ്ങൾ ഇത്രമാത്രം സ്വീകരിച്ചതും അവരെ സഹായിക്കാനൊക്കെ മുമ്പിട്ട് ഇറങ്ങിയതും ഈ കൊല്ലം സുധി എന്നൊരു കലാകാരൻ കൊണ്ട് മാത്രമാണ്. കലാകാരനെ കണ്ടുകൊണ്ട് മാത്രമാണ്. ആ കലാകാരനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. ഇപ്പം കേരളത്തിൻ്റെ ഒരു പൊതു ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ ദത്തുപുത്രിയാക്കി കേരളക്കാരെ ഏറ്റെടുത്തൊരു വ്യക്തി ഇപ്പം കേരളത്തിൻ്റെ തന്നെ ഒരു പൊതു ശല്യമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. കാരണം അത്രമാത്രം ഉണ്ടല്ലോ. കാരണം ജനങ്ങൾ വെറുത്തെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാം. ഈ രേണുസുതിനെ ആയിക്കോട്ടെ, ഇപ്പം വേറൊരു ശല്യത്തിനെയും കൂടെ ജനങ്ങൾ സഹിക്കേണ്ട അവസ്ഥയാണ്. ഈ തങ്കച്ചൻ, രേണുസുതിയുടെ തന്തയെന്ന് പറയുന്നത് ഈ തങ്കച്ചൻ. ഇപ്പോൾ തങ്കച്ചൻ്റെ കഴിഞ്ഞ 1-2 വീഡിയോ ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടതാണല്ലോ. വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം വീടുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. വീട്ടിലെ പ്രശ്നങ്ങളും വീട്ടിലെ ചോർച്ചയും വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ രേണുസുതിയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഇട്ടായിരുന്നു. അതുപോലെ പല ഇൻ്റർവ്യൂസിനും കൊടുത്തായിരുന്നു. വീട് പണിഞ്ഞു നിന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തിയും അതുപോലെ വീടിന് വസ്തു കൊടുത്ത ആളെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ എല്ലാം ഒരുപാട് വീഡിയോ ഇൻ്റർവ്യൂസിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വിവാദമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മതിൽ പണിഞ്ഞു കൊടുത്തത് സാജൻ സക്രിയാണ്. മറുനാടൻ സാജൻ സക്രി ആയിരുന്നു മതിൽ പണിഞ്ഞു കൊടുത്തത്. പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ കാരണമാണ് ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞത്. അത് സാജൻ സക്രി ആയിരുന്നു ആ മതിൽ പണിഞ്ഞു നൽകിയെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നെപ്പോലെ പല ആൾക്കാരും ഇപ്പോഴായിരിക്കും അറിഞ്ഞത്. കാരണം ആ മതിൽ പണിഞ്ഞു കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും മറുനാടൻ സാജൻ പ്രൊമോഷൻ നടത്തുന്നതോ ഞാനാണ് മതിൽ പണിഞ്ഞു കൊടുത്തത് 1.5 ലക്ഷം രൂപ ഞാനാണ് കൊടുത്തതെന്നൊന്നും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ച നടക്കുന്ന സമയത്ത് സാജൻ സക്രി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മതിലുമായിട്ട് ബന്ധപ്പെട്ടതും മതിൽ പണി കൊടുത്തത് മറുനാടൻ അവരാണെന്നുള്ള രീതിയിൽ മറുനാടൻ്റെ ചാനലിൽ അവിടെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ എടുക്കാൻ പോയ സമയത്ത്, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ഈ പറയുന്ന ഫിറോസ്, വീട് പണിഞ്ഞു കൊടുക്കുന്ന ഫിറോസ് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. മറുനാടൻ അതുപോലെ മതിൽ കെട്ടി കൊടുക്കാം എന്ന് പറയുന്നു. അങ്ങനെയാണ് 1.5 ലക്ഷം രൂപ കണ്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം രേണുസുതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതിൽ കെട്ടി പ്രൊമോഷൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്തായാലും ബാക്കി കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഇത് വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത്. രേണുസുതിയുടെ കരച്ചിൽ നിർത്തി. അത് സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ. രേണുസുതിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? അയാളൊരു യൂട്യൂബറേ ഉള്ളൂ. ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ തന്ത ഏൽപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. എല്ലാം കൊണ്ട് തന്തയുടെ കൈ കൊടുത്തിട്ട് അങ്ങ് പറഞ്ഞു എന്നങ്ങ് പറയുകയാണ്. ഈ തങ്കച്ചൻ, നമ്മൾ കഴിഞ്ഞ 2-3 ഇൻ്റർവ്യൂവിൽ തങ്കച്ചൻ്റെ തനി സ്വഭാവം കണ്ടാണ്. എന്താണ് ഓന്തെന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പല ഇൻ്റർവ്യൂവിലും പല ഫേസ് ആണ്. ഇല്ല, അന്യൻ സിനിമയിൽ വിക്രത്തിനെ പോലെയാണ്. പല ഫേസ് ആണ് ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഈ മരവാഴയ്ക്ക്. ഈ പഴമക്കാരൊരു കാര്യം പറയുന്നുണ്ട്, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന്. വേറൊന്നുമല്ല, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. വീട് കൊടുത്ത ഫിറോസിനും അതുപോലെ വീട് വയ്ക്കാൻ വസ്തു കൊടുത്ത അച്ഛനും അതുപോലെ ഇപ്പം മതിൽ കെട്ടിക്കൊടുത്ത 1.5 ലക്ഷം രൂപ 1,25,000 രൂപ കണ്ട സാജൻ സക്രിയ മതിൽ മറുനാടൻ ചാനലിലൂടെ ഈ വീട്ടുമതിൽ കെട്ടാനായിട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പം ഈ കിളവൻ അവിടെ വന്നിരുന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ. അതിൻ്റെ ചുറ്റുമതിൽ ആ ചുറ്റുവട്ടം കിടക്കുന്ന കാടുകളും ആ മതിലിനോട് ചേർന്ന് കിടക്കുന്ന പോച്ചകളും നിങ്ങൾ കണ്ടതാണല്ലോ. എന്തുകൊണ്ട് മതിലിൻ്റെ ആ സൈഡിൽ മാത്രം പൊട്ടിയിരിക്കുന്നു? ആ പോച്ചകൾ കയറി വളർന്ന് അതിൻ്റെ വേരിറങ്ങിയിട്ട് വീട് വെച്ചിട്ട് ഇന്ന് വരെ ആ വീട് വൃത്തിയാക്കിയിട്ടില്ല. ആ പോച്ചകൾ കയറിയിട്ട് വേരിറങ്ങിയിട്ടാണ് ആ മതിൽ പൊട്ടിക്കുന്നത്. മതിൽ പൊട്ടണം. ഈ മതിലിൻ്റെ കെട്ടിയതിൻ്റെ കുഴപ്പമാണെങ്കിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ കുഴപ്പമാണെങ്കിൽ ആ മതിൽ ഫുള്ള് പൊട്ടണമായിരുന്നു. ആ മൂലയ്ക്ക് മാത്രമേ പൊട്ടിയിട്ടുള്ളൂ. അതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അത് പോച്ച കയറി പൊട്ടിയതാണ്. പോച്ചയുടെയും അതുപോലെ കണ്ട ആ ചെടിയുടേതിൻ്റെയൊക്കെ വേരിറങ്ങി പൊട്ടിയിട്ടുള്ളതാണ്. മതിൽ ആക്കാത്തതുകൊണ്ട് മാത്രമാണ് ആ മതിൽ നശിച്ചത്, ആ മതിൽ പൊട്ടിയത്.
ഒരു വീട് വെച്ച് കൊടുത്തെന്ന് കരുതിയിട്ട് ലൈഫ് ടൈം ആ വീടിൻ്റെ അവർ എത്ര തലമുറയാണോ അവിടെ താമസിക്കുന്നത് ആ തലമുറ താമസിക്കുന്നത് വരെ ആ വീട്ടിൻ്റെ മെയിൻ്റെനൻസ് പണികളൊന്നും ചെയ്തു കൊടുക്കാമെന്നൊന്നും ആ വീട് വെച്ച് കൊടുത്ത ആരും ഒപ്പിട്ട് ഇവിടെയും കൊടുത്തിട്ടില്ല, എഗ്രിമെൻ്റ് ചെയ്തിട്ടില്ല. അവരെന്താണ് പറഞ്ഞത്? കൊല്ലം സുധി എന്നൊരു കലാകാരൻ്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് ഒരു വീട് വെച്ച് കൊടുത്തു. അവരെ കാര്യം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ എന്തെങ്കിലും മെയിൻ്റെനൻസ് പണികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ആ വീട് വൃത്തിയാക്കി കൊണ്ടുപോകേണ്ട ചുമതല നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് സഹായം തന്ന അദ്ദേഹത്തിൻ്റെ പിന്നെ പറമ്പിലോട്ട് ഒരു വീടുള്ളൂ. അത് പിന്നെ അവിടെ നിന്ന് മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഇതാണ് ഈ നന്മമരമാകുന്ന സാജൻ സ്കറിയ ഈ വീടിന് വേണ്ടി എന്നാൽ ചെയ്തിട്ട് അദ്ദേഹം നന്മമരമാണെങ്കിൽ അദ്ദേഹം ആ രീതിയിൽ തന്നെ ഇടപെടണമായിരുന്നു. ഈ യൂട്യൂബറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ പിന്നെ വിളിച്ചു പറയുന്നു രേണു സുധിയുടെ നാവടക്കി ഈ സാജൻ സ്കറിയ എന്ന് പറഞ്ഞ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സാജൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ചാനലിലും വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് മതിൽ കെട്ടി കൊടുത്ത, ഞാനാണ് അത് ചെയ്ത് കൊടുത്ത് ഇത് ചെയ്ത് കൊടുത്ത് 1 ലക്ഷം രൂപ കൊടുത്ത അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് പ്രൊമോഷൻ അടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അയാൾ ഒരു അയാളെ ചാനലിനകത്ത് പോലും അയാൾ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ മനുഷ്യൻ ചെയ്ത ആ ഒരു നന്മയുണ്ടല്ലോ, നന്മയുടെ ആ മനുഷ്യൻ ഇവർക്ക് ചെയ്ത ആ നന്മയാണ് ഇയാൾ ക്രൂശിക്കുന്നത്. വായു വരുന്ന തോന്നിയ ദിവസം പറഞ്ഞിട്ട് ഇന്ന് വരെ നിങ്ങളെ മോക്ക് നിങ്ങളൊരു 1 രൂപയുടെ ആ വീട്ടിനകത്ത് ആ വീട്ടിനകത്ത് 1 രൂപയുടെ ഒരു സാധനം മേടിച്ചിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഒരു ചവിട്ടുമെത്തെങ്കിലും മേടിച്ചിട്ട് കൊടുക്കാൻ സാധിച്ചോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ നിന്നിരുന്ന് കുറ്റം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ടല്ലോ, അവിടെ നിന്ന് കുറച്ച് വസ്തു മേടിച്ചിട്ട് നിങ്ങളെ മോക്കൊരു വീട് വെച്ച് കൊടുക്കുക. ഒരു 15 ലക്ഷം പോട്ടൊരു 20 ലക്ഷം മുടക്കിയിട്ടൊരു വീട് വെച്ച് കൊടുക്കുക. അല്ലേ വേണ്ട, ഒരു കോടികൾ നിങ്ങളല്ലേ പറയുന്നത് വെച്ച് കൊടുത്ത വീട് കുറഞ്ഞു പോയെന്ന്. അപ്പം കോടികൾ മുടക്കിയിട്ട് വീട് വെച്ച് കൊടുക്കും. ഇപ്പോഴും കൊല്ലം സുധിയുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളാണ് ആ കൊല്ലം സുധിയോട് ഇഷ്ടം കൊണ്ടിട്ട് ആൾക്കാർ അയച്ചു കൊടുക്കുന്നത്. ആ പൈസ പോലും ഇവരാണ്, ഈ കള്ളക്കിളവനാണ് ചെലവഴിക്കുന്നത്. എന്നിട്ട് പോലും സത്യം പറഞ്ഞാൽ ജനങ്ങളെയൊക്കെ ഇവർ പൊട്ടന്മാരും മണ്ടന്മാരും ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ 2 വ്യക്തികൾ. കൊല്ലം സുധിയുടെ പേരിൽ ഈ കാരണം രേണു ഒഫീഷ്യൽ നെയിമല്ല, രേഷ്മ പി തങ്കച്ചൻ എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പം ഈ രേഷ്മയും ഈ തങ്കച്ചനോട് ചേർന്ന് മലയാളികളെ ഒന്നടങ്കം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. സാജൻ സക്കറിയ എന്നൊരു വ്യക്തി അയാൾ ഒരു മതിൽ കെട്ടി കൊടുക്കാന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ കൊടുത്തത് അയാളൊരു നല്ല മനസ്സുകൊണ്ടിട്ടാണ്. അയാൾ മേശിരി പണിക്കാരനോ അല്ലെങ്കിൽ വല്ല കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ അയാളല്ല മതിൽ അവിടെ തേച്ചതും കെട്ടിയതും. അയാൾ പൈസ കൊടുത്തു, അത് മതിൽ കെട്ടേണ്ട വേറെ ആൾക്കാർ വന്ന് കെട്ടി. അത് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ അയാളെ എങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല. ഇതൊക്കെ ഒരു നന്ദികേടെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം 50, 60 പോട്ട് ഒരു 50,000 രൂപ ആയിക്കോട്ടെ, പോട്ട് ഒരു 60,000 രൂപ ആയിക്കോട്ടെ, എത്ര ആണെങ്കിലും ആ വീട്ടിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. ആ മതിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത മതിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ട ഈ കടമ നിങ്ങളെയാണ്. അല്ലാതെ അത് മതിൽ കെട്ടിത്തെന്ന് പറഞ്ഞിട്ട് സാജൻ സക്കറിയ ഇനിയിപ്പം ഇവരടവ് എന്താണെന്നറിയോ? വീട്ടിൻ്റെ പണി വീട് ചോരുന്നെന്ന് പറഞ്ഞിട്ട് ഇത് ഇന്റർവ്യൂവിൽ ഇതിലും വന്നിരുന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ പണി ഓസിനങ്ങ് ചെയ്തു. ഇനി അടുത്തത് മതിലെങ്ങനെയെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൊണ്ട് വന്നത്. വീണ്ടും വിവാദം ഉണ്ടാക്കാനെ കൊണ്ട് വിവാദം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ സാജൻ സക്കറിയ പോയിട്ട് ആ മതിലൊന്നും കൂടെ പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും കെട്ടാനുള്ള പൈസ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ കെട്ടിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള അടവിനാണ് വീണ്ടും ഈ ഉടായ്പയായിട്ട് തന്തയും മോളും കൂടെ ഇറങ്ങിയിരിക്കുന്നതെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ, മലയാളികൾക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാലും മനസ്സിലാവും ഇവർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു വിട്ടുന്നത്. ചേട്ടാ അപ്പൊ എന്നോട് പറഞ്ഞ മോളെ, ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്. മോള് പറഞ്ഞിട്ടേ അല്ല ചോദിച്ചത്. ഞാൻ 5-ാം തീയതി ചേട്ടന്റെ ആണ്ടിന് വീട്ടിൽ വന്നപ്പോൾ മഴ പെയ്തു. അപ്പൊ എന്റെ ദേഹത്തോട്ട് വെള്ളം വീണപ്പോൾ ഞാൻ ചോദിച്ചു ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചോരുന്ന ആൾക്ക് മനസ്സിലല്ല. രേണുസുധിക്ക് അതിന്റെ ആവശ്യമില്ല. രേണുസുധി മീഡിയക്കാരോട് പറഞ്ഞ് ചോദ്യം പറയിപ്പിക്കുന്ന ഒരാളെ മോള് ഡാഡി അങ്ങ് വെളുപ്പിച്ചങ്ങ് വെക്കാൻ നോക്കണ്ട. ഈ മോളെ ഡാഡി തങ്കച്ചനുണ്ടല്ലോ, ഓന്ത് തങ്കച്ചൻ, ആ കിളവൻ തന്നെയാണ് ഇന്റർവ്യൂവിന് വന്നിരുന്ന് പറഞ്ഞത്. കാരണം നമ്മൾ പറയിപ്പിച്ചിട്ടാണ് ചെയ്തത്, അതിനിപ്പോൾ എന്തോ കുഴപ്പമൊന്നും അങ്ങനെ ഉണ്ടായിട്ടല്ലേ പറയിപ്പിച്ചെന്ന് ഈ കിളവൻ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വെളുപ്പിക്കാനൊന്നും കൂടുതൽ നോക്കണ്ട. തന്ത തന്നെയാണ് ഇന്റർവ്യൂവിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് സത്യം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എത്ര വെളുപ്പിച്ചാലും ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. അടുത്ത പുതിയൊരു വിവാദമായിട്ട് വന്നല്ലോ, രേണുസുധി മറുനാടൻ സാജൻ പ്രൊമോഷൻ ചെയ്യുന്ന പറഞ്ഞൊരു വീഡിയോ. ആ വീഡിയോയും കൂടെ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അതിൽ സാജൻ സക്കറിയ എന്തൊക്കെ പറയുന്നെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. കാരണം അയാളൊരു വീട് വെച്ചു അല്ലെങ്കിൽ ഒരു മതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നെങ്കിൽ അത് അയാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. അയാൾ ചെയ്യാതെയല്ലല്ലോ സംസാരിക്കുന്നത്. ഞാൻ അതിൻ്റെ ക്രെഡിറ്റ് അങ്ങനെ എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ.
പുള്ളി വെറുതെ ഒന്നുമല്ലല്ലോ. ഈ കളവൻ പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലും തുറന്നു വെച്ചിട്ട് എന്തും പറയാന്ന്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ കിട്ടിയ വരുമാനം കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ മതിൽ കെട്ടിത്തന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് നിങ്ങളെ മോക്ക് കൊടുത്ത് അത് ഇന്ന് നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിച്ചു നോക്കും. നാട്ടുകാരല്ല നിങ്ങളെ മോക്ക് ചെലവിന് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്തായാലും ആ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കുറച്ച് ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സാജൻ സക്രിയ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. പൂർത്തിയാക്കലിന്റെ പിന്നിലുണ്ടായിരുന്നു ഞങ്ങളുടെ ലേഖകൻ പീയൂഷ്. ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ ഫിറോസാണ് പറഞ്ഞത് ഒരു മോഹം ബാക്കിയാണ്, ചുറ്റുമതിൽ കൂടി പണിത് കൊടുക്കണമെന്ന്. 1,19,000 രൂപ ഞങ്ങൾ, അതായത് മറുനാടനായിരുന്നു, ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത്. അതിന് പേരിൽ വീമ്പിളക്കാനോ കയ്യടി നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല. ആ പണം രേണു സുധിക്ക് കൊടുക്കുക എന്നതിനേക്കാൾ ഫിറോസിന്റെ നന്മയ്ക്കുള്ള അംഗീകാരമായാണ് ഞങ്ങൾ കണ്ടല്ലോ. ഇതാണ് സാജൻ സക്രിയ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഇത് വെച്ചിട്ടാണ് രേണു സുധി പറഞ്ഞത് സാജൻ സക്രിയ മതിലേറ്റി തന്നതിന് പ്രൊമോഷൻ ഏറ്റെടുത്തന്നെ. ഈ വീട് വെച്ച് തന്നെ ഫിറോസ് എന്ന വ്യക്തി ഈ രേണുവിൻ്റെ അടുത്ത്, ഈ കള്ളി രേണുവിൻ്റെ അടുത്ത് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നു. ഈ വീട് വെച്ച് കഴിഞ്ഞതിന് ശേഷം, ഇവർ താമസമായി കഴിഞ്ഞതിന് ശേഷം ഈ രേണുവിന് ഈ ആൾക്കാരെല്ലാം കൂടെ ഒരു ഫ്രെയിം കൊടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്ന സമയത്ത് ഈ മരവാഴ രേണു ഉണ്ടല്ലോ, ഈ മരവാഴ, അങ്ങനെ തന്നെ പറയണം, മരവാഴ, ഇവള് പറഞ്ഞെന്താണെന്നറിയോ, 15,000 രൂപ തന്നാൽ മാത്രമേ ഒരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ ഞാൻ സമ്മതിക്കൂ, എടുത്തു തരാം എന്ന് 15,000 രൂപ ആവശ്യപ്പെട്ട വ്യക്തിയാണ് ഇവിടെ വന്നിരുന്ന ഈ ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ നോക്കിക്കോണം എത്രമാത്രം നന്ദി ഈ രണ്ട് പേർക്കും തന്തയ്ക്കും മോക്കും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം കേട്ടോ. വീട് വെച്ച് കൊടുത്ത് അത്രയും കഷ്ടപ്പെട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് വീട് വെച്ച് കൊടുത്ത ഒരാൾ ഒരു ചെറിയൊരു പ്രൊമോഷൻ്റെ വർക്കുമായിട്ട് വന്നപ്പോഴത്തേക്ക് പറയുക എനിക്ക് 15,000 കുലുവ തന്നാലേ ഞാൻ പ്രൊമോഷൻ എടുത്ത് തരൂ എന്നാണ് ഇവള് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കി. എന്നിട്ടും ആ ഫിറോസ് എന്ന് പറഞ്ഞ നല്ലൊരു വ്യക്തി തന്നെയാണ്. അയാൾ നല്ല മനസ്സിനുടമയാണ്ടല്ലേ ഇത്രയും സ്വന്തം പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വീടൊക്കെ വെച്ച് കൊടുത്തത്. എന്നിട്ട് പോലും സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഒരിടത്തും ആ വ്യക്തി ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചില്ല. പക്ഷെ ഇപ്പം ഈ വിവാദം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇന്റർവ്യൂവിൽ ആ വ്യക്തി ഇതിനെപ്പറ്റി പറയുന്നതും ജനങ്ങൾ അറിയുന്നതും. അപ്പോൾ നോക്കണം എത്രമാത്രം ഉണ്ടല്ലോ ഈ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി ആയിക്കോട്ടെ, ഈ തങ്കച്ചനായിക്കോട്ടെ, എന്തുമാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൻ്റെ നമ്മൾ പറയുമല്ലോ, കേരളത്തിൻ്റെ തന്നെ ഒരു ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് സുധിയുടെ എക്സ് വൈഫ് വീണ എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. അവർ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാനതിവിടെ കൊടുക്കുന്നില്ല. ഈ രേണു സുധിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട്, കൊല്ലം സുധിയായിട്ട് ബന്ധപ്പെട്ട്, ഇവരെ കല്യാണവും ഇതൊക്കെ ബന്ധപ്പെട്ടൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരൊരു വീഡിയോ യൂട്യൂബിൽ കണക്റ്റിംഗ് മീഡിയ എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ രേണു സുധീനെ പറ്റിയിട്ട്, ഈ രേണു സുധീൻ്റെ ഉടായ്പിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കണക്റ്റിംഗ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, അവിടെ പോയി കാണുക. ഞാൻ ഇവിടെ വയ്ക്കുന്നില്ല, ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വയ്ക്കാം. അപ്പം അതിനകത്ത് ഈ വീണ എന്ന് പറഞ്ഞ എക്സ് വൈഫാണ്, സുധിയുടെ എക്സ് വൈഫാണ്. അവർ പറയുന്നുണ്ട് ഈ തങ്കച്ചൻ എന്ന വ്യക്തിയും അതുപോലെ രേണു സുധിയും കൂടെ ചേർന്നിട്ട് ഈ സുധിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം പീഡിപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെന്ന് ഈ സുധി ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്, മരിക്കുന്നതിന് മുമ്പ്. കാരണം അത്രയും ഉണ്ടല്ലോ. കാരണം ഈ തന്തയും മോളും കൂടെ അതാണ്. കാരണം അത് ഇവർ പറയുന്നുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ സുധി എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഈ വീണ ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്തൊന്നും ഈ സുധിക്ക് കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ ഈ രേണു സുധി എന്ന് ഈ സുധിയുടെ ലൈഫിലോട്ട് വന്നപ്പോൾ അന്ന് തൊട്ട് സുധിക്ക് കടങ്ങളും തലവേദനയും, കാരണം അന്ന് തൊട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നെന്നാണ് പറയുന്നത്. അപ്പം നോക്കിക്കൊണ്ട് എന്തുമാത്രം സുധി ആണ് ഈ രണ്ട് വ്യക്തികൾ കാരണം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നില്ല. ഇപ്പം കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇരട്ടി മാനസികാവസ്ഥയിലായിരിക്കും പോയിക്കൊണ്ടിരുന്നത്. കാരണം വായെടുത്ത് കഴിഞ്ഞാലും നുണയും ഉടായ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കോപ്രായം കാണിച്ചു കൂട്ടുന്ന രീതിയിലാണ് ഈ രണ്ട് വ്യക്തികളും ഉണ്ടായിരുന്നത്. നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എങ്ങനെയായിരുന്നു സുധിയുടെ അടുത്ത് നിന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാമല്ലോ. ഏതായാലും ആ ഈ എക്സ് വൈഫ് വീണ പറയുന്നതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപോകും. സുധിച്ചേട്ടനെ രേണുവിന്റെ അച്ഛൻ ഒരുപാട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഒരിക്കലല്ല. സുധിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ കടമായത്, സുധിച്ചേട്ടൻ പിന്നെ പറഞ്ഞ കാര്യം പറയുന്നത്, ഞാൻ പിന്നെ സുധിച്ചേട്ടനോട് ചോദിച്ചൊരു കാര്യം, സുധിച്ചേട്ടൻ നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ കടമായി, നിങ്ങൾ എന്താ കണ്ടല്ലോ. ഇതാണ് സുധിയുടെ
റിയൽ ലൈഫിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ. എന്തായാലും ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും അത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ആ ചാനലിൽ കിടപ്പുണ്ട്. അത് പോയി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രേണു സുധിയുടെയും തങ്കച്ചിൻ്റെയും റിയൽ ഫേസ് ഓൾറെഡി നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ കൂടുതൽ വലിയ റിയൽ ഫേസ് ഒന്നുമില്ല. എന്തായാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. ഈ രേണു സുധിയെ കേരളത്തിൽ നിന്ന് തന്നെ ഓടിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ പറ. അപ്പം എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം see you.